ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന ചിന്നുവിന്റെ മുടി ചീകി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അർച്ചന അപ്പൊ ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, ഫോട്ടോവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റിദ്ധാരണകളെല്ലാം ഇപ്പൊ നിന്റെ മാറിയല്ലോ, ജെക്കെയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് ക്ലിയർ ആവുകയും ചെയ്തു. എന്നിട്ട് ഇത്ര നേരമായി നീ ഒന്ന് ജെക്കെ വിളിച്ചില്ലല്ലോ, അതെന്താണ് വിളിക്കാത്തത്? സോറി പറയണമെന്നൊന്നുമില്ല, പറഞ്ഞാലും ഇനിയിപ്പൊ തെറ്റൊന്നുമില്ല. കുറെ ദിവസമായി ഇൻഡിഫറന്റ് ആയി പെരുമാറിയതിന് അപ്പോളജിയുടെ ഭാഷയിൽ സംസാരിക്കും, വേസ് ഒന്ന് വിളിക്കുന്നതാണ് മര്യാദ എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, പിന്നെ അമ്മേ, ഫോട്ടോയുടെ വിഷയത്തെക്കാൾ മറ്റൊരു കാര്യം കൂടി ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതാണ് എന്നെ വളരെയേറെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അതോടെ ഞാൻ ആ മനുഷ്യനെ വെറുത്തു. അമ്മയോട് പോലും പറയാതിരുന്നത് അത്രയ്ക്കും ബോറായ കാര്യമായതുകൊണ്ടാണ്. ഇന്നങ്ങനെ ചിന്നു പറയുന്നതും അർച്ചനയ്ക്ക് വളരെ ടെൻഷൻ ആവുകയാണ്. അർച്ചന പറയുന്നുണ്ട്, കാര്യം എന്താണെന്ന് പറയ് ചിന്നു എന്ന്. ചിന്നു അങ്ങനെ ജെക്കെയുടെ വീട്ടിൽ അന്ന് പോയ സംഭവം അർച്ചനയോട് തുറന്നു പറയുകയാണ്. അങ്കിളിനെ കാണാനാണ് ഞാൻ അന്ന് ആ വീട്ടിലേക്ക് പോയത്. സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ നേരെ കയറി ചെന്നു പറഞ്ഞ് പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം ചിന്നു അങ്ങനെ വിശദീകരിച്ച് തന്നെ അർച്ചനയോട് പറയുന്നുണ്ട്. എല്ലാം കേട്ട് അർച്ചന അങ്ങനെ ഷോക്കാവുകയാണ്. ചിന്നു പറയുന്നുണ്ട്, അതേ അമ്മേ, അന്ന് ഞാൻ കണ്ടത് ജെക്കെ അങ്കിളിനെ ആയിരുന്നു. മുടിയെല്ലാം ജെക്കെ അങ്കിൾ കെട്ടിവെക്കുന്നത് പോലെ വെച്ച് നേരെ കണ്ടില്ലെങ്കിലും അത് അയാൾ തന്നെയാണ്. ണ്ടായ അനുഭവമാണ് അമ്മേ ഞാൻ പറഞ്ഞത് എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഇന്നേ വരെ ജെക്കെയുടെ ഭാഗത്തു നിന്ന് ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടില്ല. എന്നിട്ടെന്തേ നീ ജെക്കെയോട് ഇതിനെപ്പറ്റി ചോദിച്ചില്ലേ എന്ന് അർച്ചന അങ്ങനെ ചിന്നുവിനോട് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, അപ്പോഴേക്കും അങ്കിൾ അവിടെ നിന്നും പോയി. ഫേസ് ടു ഫേസ് ഞങ്ങൾ കണ്ടില്ല, പക്ഷേ ആ ഹെയർ സ്റ്റൈൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാനത് അമ്മയോട് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് പറയുന്നത്? അത് ഓർത്താൽ തന്നെ എന്റെ മനസ്സ് മൂഡ് ഓഫ് ആവും. നീ സംഭവിച്ച കാര്യങ്ങളൊന്നും അമ്മയോട് പറയണ്ടെന്ന് വെച്ചു. അങ്ങനെ ചിന്നു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, മോളെ, ഇതെന്നാണ് ഈ സംഭവം നടന്നതെന്ന്. ചിന്നു പറയുന്നുണ്ട്, കഴിഞ്ഞ മാസം അവസാനമാണിത് നടന്നത്. എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. മുടിയെടുപ്പ് ദിവസത്തിന്റെ പിറ്റേന്ന്, അതായത് 27-ാം തീയതി. ചിന്നു പറയുന്നതും അർച്ചന വീണ്ടും ഷോക്കാവുകയാണ്. അർച്ചന വീണ്ടും ചോദിക്കുന്നുണ്ട്, മോളെ, നീ കൃത്യമായി ഒന്നുകൂടി ഓർക്ക്, അന്ന് തന്നെയാണോ ഈ സംഭവം നടന്നതെന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് അമ്മേ, ആണ് നടന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായതെന്ന് ചിന്നു അങ്ങനെ പറയുന്നതും അർച്ചന പറയുന്നുണ്ട്, 27-ാം തീയതി ഉച്ച കഴിഞ്ഞാണെങ്കിൽ നീ ഈ പറഞ്ഞ ദിവസം അതേ ദിവസം തന്നെയാണ് ജെക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇവനെതിരെ പരാതി കൊടുത്ത ശില്പയുടെ വീട്ടിൽ പോലീസുമായിട്ട് ഞാനും ജെക്കെയുമായാണ് പോയത്. 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു ആകെ ഞെട്ടുന്നുണ്ട്. അർച്ചന വീണ്ടും പറയുന്നുണ്ട്, എനിക്കും സംശയമില്ല, അന്ന് തന്നെയായിരുന്നു അത്. അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വൈകിട്ടാണ് ജെക്കെ തിരിച്ചു വീട്ടിലേക്ക് പോയത്. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അന്ന് ജെക്കെ അല്ല ആ വീട്ടിലുണ്ടായിരുന്നത്. എന്നെ കടന്നു പിടിച്ചതും ജെക്കെ അല്ല, ആരോ ആണ് നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഹെയർ സ്റ്റൈലുമായിട്ട് വേറൊരാള്. ഇതിന് പിന്നിലും ഫോട്ടോയിൽ തിരിമറി കാണിച്ച ആളുകൾ തന്നെയാണ്. വേഷം കെട്ടിച്ച് കൊടുന്ന് നിർത്തിയതാണ്. അങ്ങനെ ചെയ്യൂ എന്ന് അർച്ചന അങ്ങനെ പറയാണ്. ഇത് കേട്ട് ചിന്നുവിന് ദേഷ്യം വരികയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, ഇതിപ്പോ തന്നെ ചന്ദ്രാന്റിയോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ, അച്ഛനും എല്ലാം അറിയണം, ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ എന്ന് പറഞ്ഞ് ചിന്നു പോവാൻ നിൽക്കുന്നതും ചിന്നുവിനെ അർച്ചന തടയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീയിപ്പോ ചോദിക്കാൻ പോവണ്ട, ഇതങ്ങനെ വെറുതെ വിടുകയും വേണ്ട. ചന്ദ്രയെയും മഞ്ജുവിനെയും ഒരുമിച്ച് നിർത്തിയാണ് ഇത് ചോദിക്കേണ്ടത്. അതിനുള്ള അവസരം കിട്ടുമ്പോൾ നമുക്ക് രണ്ടിനെയും പിടിച്ചു നിർത്തി ചോദിക്കാം. ഇതിനുള്ള മറുപടി ജെക്കെയുമായി സൗഹൃദം കൂടുക എന്നതാണ്. ചന്ദ്രലേഖ മഞ്ജു സഖ്യം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് കാണുന്നുണ്ടെന്ന് അർച്ചന അങ്ങനെ ചിന്നുവിനോട് പറയാണ്. അതിനുശേഷം മഞ്ജുവിന്റെ ഫോണിലേക്ക് അനന്തൻ വിളിക്കുന്നുണ്ട്. മഞ്ജു, നീ ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ വളരെ സന്തോഷത്തോടെ അനന്തനോട് പറയുന്നുണ്ട്, ഞാൻ അമ്പാട്ടിലുണ്ട് അനന്തേട്ട, എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിലല്ലേ എന്നെ നിൽക്കേണ്ടത്. പിന്നെ അനന്തേട്ടൻ വരുമ്പോ 1 കിലോ പഴവും 10 മുട്ടയും വാങ്ങിയിട്ട് വരണം എന്ന് മഞ്ജു പറയുമ്പോൾ അനന്തന് ദേഷ്യം വരികയാണ്. വീട്ടിൽ നിന്ന് നിന്നോട് പോവാനല്ലേ ഞാൻ പറഞ്ഞത്, എന്റെ സോപ്പിടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ വരുമ്പോഴേക്കും നീ സ്ഥലം വിട്ടോളണം, അല്ലെങ്കിലാണ് നീ എന്റെ തനി സ്വരൂപം അറിയാൻ പോകുന്നത് എന്നും പറഞ്ഞ് അനന്തന് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. മഞ്ജു ആകെ പേടിക്കുന്നുണ്ട്. അനന്തേട്ട ഫോൺ കട്ട് ചെയ്തല്ലോ, നീ ഇപ്പോ ഇവിടെ നിൽക്കാൻ അടവ് മാറ്റിയേ മതിയാവൂ എന്ന് മഞ്ജു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് അർച്ചന റൂമിലിരുന്നുകൊണ്ട് നോട്ട്ബുക്കിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു വരുന്നത്. എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മ, എനിക്കൊരു സംശയമുണ്ട്. ചന്ദ്രാന്റിയുടെ ശത്രുവാണ് അമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ കാര്യം കേട്ട്
കേട്ട് വളർന്നതാണ് എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിനേക്കാളൊക്കെ മുന്നേ ചന്ദ്ര എന്നെ ശത്രുവായി കാണാൻ തുടങ്ങിയതാണ്. വാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ഇല്യച്ചനും സീതമ്മയ്ക്കും ഞങ്ങളുടെ പിണക്കം ഒത്തുതീർപ്പാക്കാനേ സമയമുണ്ടായിരുന്നുള്ളൂ. നേരം ചന്ദ്ര അവരോടും കലഹിക്കുമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അപ്പ അമ്മ പറഞ്ഞു വരുന്നത് ചന്ദ്ര ആന്റിയുടെ ബേസിക് സ്വഭാവം അതാണല്ലേ? ഓക്കെ എന്ന് വെക്കാം, പക്ഷേ ഈ മഞ്ജു ആന്റിന്റെ പ്രശ്നം എന്താണ്? വീട്ടിലിരുന്നു കൊണ്ട് അവരെ പാരവെക്കുന്ന ഈ സൈക്കോ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല. കൊണ്ട് മഞ്ജു ആന്റിക്കുള്ള നേട്ടം എന്താണ് എന്നങ്ങനെ ചിന്നു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള വാർത്ത ചോർത്തി കൊടുക്കുന്നതിന് മഞ്ജുവിന് പാരിതോഷികം കിട്ടുന്നുണ്ട്. ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. എന്തായാലും അനന്തന്റെ ജീവിതം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവട്ടെ. ജീവനെ തളയ്ക്കാൻ ഒരു ഇടച്ചങ്ങല മതി, പക്ഷേ ചന്ദ്രയെ അങ്ങനെ പൂട്ടാൻ പറ്റില്ല. വെടി വെച്ചാലും ഏൽക്കില്ലെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അച്ഛന്റെ കാര്യം വലിയ കഷ്ടമാണ്. ചന്ദ്രാന്റിയുടെ ഓരോ രീതികൾ കാരണം കൊണ്ട് അച്ഛന് ഒരു സമാധാനവും കിട്ടുന്നില്ല. യുടെയും ആരോമലിന്റെയും കാര്യം ഓർക്കുമ്പോൾ അതിലേറെ വിഷമമാണ് എന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വിജയശങ്കറിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ചന്ദ്ര അങ്ങനെ അഴിമാറി പോകുന്നു എന്ന് തുടക്കത്തിൽ തന്നെ അറിയുന്ന സമയത്ത് വിജയശങ്കർ അത് തിരുത്തണമായിരുന്നു. ചെയ്യാതെ വിജയശങ്കർ അവളെ പ്രോത്സാഹിപ്പിച്ചു. അതാണ് ഇത്രയും വഷളായത് എന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, വേണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ചന്ദ്രാന്റിയെ ഞാനൊന്ന് വാർത്തെടുത്തേനെ. പക്ഷേ എനിക്ക് ഞാനൊരു കൊട്ടു കൊടുക്കുന്നുണ്ടെന്ന് ചിന്നു അങ്ങനെ പറയുകയാണ്. അതിനുശേഷം ജയശങ്കർ അങ്ങനെ സിറ്റ് ഔട്ടിൽ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര ചായയുമായി വരുന്നത്. ചായ കൊടുത്തുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട്, ടൗണിലുള്ള വക്കീൽ ഓഫീസ് ഒഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ആക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അത് വേണ്ട, എന്നിട്ട് വേണം നാട്ടുകാര് അതിനെക്കുറിച്ചും പറയാൻ എന്നങ്ങനെ വിജയശങ്കർ പറയാണ്. അപ്പോഴേക്കും ചിന്നു ആ 2 ഫോട്ടോസും കയ്യിലെടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് അച്ഛനിപ്പോ ഫ്രീ ആണോ? എനിക്ക് അച്ഛനൊരു ഫോട്ടോ കാണിക്കാനുണ്ടെന്ന് പറയാണ്. ചന്ദ്ര ഇപ്പോ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഫോട്ടോ ആണോ ചിന്നു എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അതിന്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല ആന്റി എന്ന്. അങ്ങനെ ചിന്നു ആ ഫോട്ടോ കാണിക്കാൻ നിൽക്കുന്നതും ചന്ദ്ര ആകെ പേടിക്കുന്നുണ്ട്. ഫോട്ടോ കണ്ട് വിജയശങ്കർ പറയുന്നുണ്ട്, കൊള്ളാം, നല്ല ഫോട്ടോ. ചന്ദ്രേ, നീ ഇത് കണ്ടോ? എന്നെ സ്നേഹിക്കുന്ന മകളോ അതോ മകളെ സ്നേഹിക്കുന്ന അച്ഛനോ സെലക്ട് ചെയ്ത ഫോട്ടോ ആണിത് എന്ന് വിജയശങ്കർ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഒരെണ്ണം കൂടിയുണ്ടെന്ന് പറഞ്ഞ് അടുത്ത ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ ഒരു ഫ്രണ്ട് അയച്ചതാണ്, രണ്ടും ഒരേ ആളെ അയച്ചതാണെന്ന് ചിന്നു അങ്ങനെ പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് വിജയശങ്കർ പറയുന്നുണ്ട്, ഇതേതിൽ നിന്നും തികച്ചും ഡിഫറെന്റ് ആണ് ഈ ഫോട്ടോ. എന്റെ കയ്യിലുള്ള ഫോട്ടോ സ്നേഹമാണെങ്കിൽ അത് റൊമാൻസ് ആണ് എന്ന് വിജയശങ്കർ പറയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ പേടിച്ചു വിറച്ച് വേർത്തങ്ങനെ നിൽക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, അച്ഛനൊരു രസം കേൾക്കണോ? ആദ്യം ഫ്രണ്ട് എനിക്ക് അയച്ചത് അച്ഛന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ ആണ്, പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയത് ഈ റൊമാൻസ് ഫോട്ടോയും ഇനിയാണ് ഇതെനിക്ക് കിട്ടിയത്. എങ്ങനെയാണെന്നറിയില്ല, ഫോട്ടോ എങ്ങനെയോ മാറിപ്പോയി അങ്ങനെ ചിന്നു പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, എങ്കിൽ ഫോട്ടോ മാറിയതായിരിക്കില്ല, ആരോ മാറ്റിയതായിരിക്കും അങ്ങനെ പറയാണ്. ചന്ദ്രയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. അവിടെ നിന്ന് പോവാനായി നിൽക്കുമ്പോൾ വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, ചന്ദ്ര നീ ഇതെങ്ങോട്ടാണ് എസ്കേപ്പ് ആവാൻ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ഒന്നുമില്ല, കളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട പോലെ, പൂച്ചയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവാനായി നിൽക്കുമ്പോൾ ചിന്നു ചന്ദ്രയെ നോക്കി അങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് വിജയശങ്കറിനോട് പറയുന്നുണ്ട്, ഒരു കള്ളിപ്പൂച്ച കറങ്ങി നടക്കുന്നുണ്ട് അച്ഛാ, ഇതായിരിക്കുമെന്ന് ചിന്നു അങ്ങനെ പറയാണ്. ഇത് ചന്ദ്ര കേട്ടുകൊണ്ട് തിരിഞ്ഞങ്ങനെ ചിന്നുവിനെ നോക്കുകയാണ്. പിന്നീട് രാത്രിയിൽ രമ്യയും മഞ്ജുവും അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രമ്യക്ക് വേണ്ട ഭക്ഷണം രമ്യ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അങ്ങനെ പാഴ്സൽ ഫുഡ് വാങ്ങിച്ചും കഴിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. ഇവിടെ എല്ലാരും കഴിക്കാനിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ എനിക്ക് കൂടി ഉള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ടാവുമല്ലേ എന്ന് പറഞ്ഞ് മഞ്ജു കഴിക്കാനുള്ളത് നോക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഇല്ല, ഞാനിന്ന് എനിക്കുള്ളത് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ, കയ്യിൽ ക്യാഷ് കുറവായിരുന്നു എന്ന് പറയാണ്. അപ്പന്ന് എനിക്ക് അത്താഴമില്ലേ എന്ന് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് മഞ്ജു പറയുന്നുണ്ട്. രമ്യപ്പ പറയാണ്, ഗോതമ്പ് പൊടിയുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞാൻ എപ്പ കഴിക്കാനാണ് എന്ന് മഞ്ജു പറയുമ്പോൾ രമ്യ പറയുന്നുണ്ട്, ആഹാരം കഴിച്ചിട്ടേ വരൂ എന്ന് അനന്തേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, എന്താ മഞ്ജു ചേച്ചിയെ വിളിക്കാതിരുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ചേട്ടനുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ മഞ്ജു ചേച്ചി, ഇതാണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, ഞാൻ എന്തായാലും അത്താഴ പട്ടിണിയായല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് മഞ്ജു അവിടെ നിന്നും പോവുകയാണ്. റൂമിൽ പോയി മഞ്ജു അങ്ങനെ സ്വയം പറയുന്നുണ്ട്, അനന്തേട്ടൻ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരൂ എന്ന് രമ്യയെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഞാൻ ആരാണ് ഫോട്ടോയിൽ ചൊല്ലി വഴക്കുണ്ടായതും തല്ലു കിട്ടിയതും അവരും
അറിയും. ഇനിയിപ്പോ എല്ലാവരും അറിഞ്ഞോ? ഞാൻ എന്തായാലും ഈ വീട്ടിൽ ഒറ്റപ്പെടും. എന്തേട്ടൻ എന്നെ അടിച്ചിറക്കി വിടും. ഞാൻ പെരുവഴിയിലാവും. എല്ലാരും എന്നെ കല്ലെടുത്തെറിയും, കളിയാക്കി ചിരിക്കും. ഇല്ല, അങ്ങനെ ഞാൻ എന്തായാലും നാണം കെട്ട് ജീവിക്കില്ല. നിൽക്കാൻ വയ്യ മഞ്ജുവിന്. അങ്ങനെ ഞാൻ വെറുതെ പോവത്തില്ല. എല്ലാത്തിനും പണി കൊടുക്കുമെന്ന് പറഞ്ഞ് ഫാനിലേക്ക് നോക്കുകയാണ്. എന്നിട്ടൊരു ബുക്കും പേനയും എടുത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് എഴുതുന്നുണ്ട്. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മാനസികവും ശാരീരികവുമായ പീഡനം എനിക്ക് സഹിക്കാൻ വയ്യ. എന്റെ മരണത്തിന് വീട്ടിലുള്ള എല്ലാവരും ഉത്തരവാദികളാണ്. ഞാൻ പോകുന്നുവെന്ന് പറഞ്ഞ് മഞ്ജു അങ്ങനെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെക്കുകയാണ്. അങ്ങനെ ഇനി ആരും എന്നെ തോൽപ്പിക്കണ്ടെന്ന് പറഞ്ഞ് മഞ്ജു അങ്ങനെ ഒരു സാരി കഴുത്തിൽ കെട്ടി ഫാനിൽ കുരുക്കിട്ട് മരിക്കാനായി പോവുകയാണ്. മഞ്ജുവും രമ്യയും അപ്പൊ തന്നെ കഴിച്ചു അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ഫാനിൽ തൂങ്ങാനായി നിൽക്കുന്ന മഞ്ജു പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. സൗണ്ട് കേട്ടുകൊണ്ട് എന്താണെന്നറിയാതെ മഞ്ജുവും രമ്യയും ഓടിയെത്തുന്നുണ്ട്. മഞ്ജുവിനെ അങ്ങനെ കണ്ട് അവര് പോയി എഴുന്നേൽപ്പിക്കുകയാണ്. എന്താണെന്ന് കാര്യമെന്ന് അവര് മാറി മാറി ചോദിക്കുമ്പോൾ മഞ്ജു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ എന്റെ കാല് ചാകാൻ വേണ്ടി കയറ് കെട്ടിയതാണ്, പക്ഷേ കാല് സ്ലിപ്പായി, എന്റെ കാല് ഒടിഞ്ഞെന്ന് തോന്നുന്നു. ടെൻഷൻ കാരണം സാരിയുടെ മറ്റേ അറ്റം ഫാനിൽ മുറുകിയില്ല എന്നും പറഞ്ഞ് മഞ്ജു അങ്ങനെ കരയാണ്. അതിനുശേഷം അർച്ചന അങ്ങനെ ഓരോ ഫയൽസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചിന്നു വന്ന് പറയുന്നുണ്ട്, അമ്മേ ഞാൻ ജെ.കെ. അങ്കിളിനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. പക്ഷെ ഒരു ഗ്യാപ്പിന് ശേഷം വിളിച്ച് സംസാരിക്കുന്നത് കൊണ്ട് എനിക്കൊരു ചമ്മല്. അതുകൊണ്ട് അമ്മയൊന്ന് വിളിക്കുവോ, എന്നിട്ടൊരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് ഫോൺ എനിക്ക് തന്നാൽ മതിയെന്ന് ചിന്നു അങ്ങനെ പറയാണ്. ശരിയെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ ജെ.കെയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ ജെ.കെയുടെ ഫോൺ എടുക്കുന്നത് മധുബാലയാണ്. മധുബാല ഹലോ എന്ന് പറയുന്നതും അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. അർച്ചന എന്നിട്ട് ഫോൺ മാറ്റിക്കൊണ്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, മധുബാലയാണ് ഫോൺ എടുത്തിരിക്കുന്നത്, ഇപ്പൊ തുടങ്ങുമെന്ന് പറയാണ്. ഞാൻ അർച്ചനയാണ്, ജെ.കെയോടൊന്ന് സംസാരിക്കണമായിരുന്നു എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ മധുബാല ഞാൻ ഇപ്പൊ ജെ.കെക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് ജെ.കെ വിളിച്ച് ഫോൺ കൊടുക്കുകയാണ്. മധുബാല എന്നിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ജെ.കെ അങ്ങനെ അർച്ചനയോട് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, സമയമുണ്ടാവുമോ, ഒരു മാറ്റർ സംസാരിക്കാനാണ്, എനിക്കല്ല ചിന്നുവിനാണ് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ ചിന്നുവിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. ചിന്നു എന്നിട്ട് ജെ.കെയോട് പറയുന്നുണ്ട്, ഹലോ അങ്കിൾ എന്ന് പറയുമ്പോൾ ജെ.കെ എന്താണ്, കുറെ ദിവസമായല്ലോ ഈ ശബ്ദം കേട്ടിട്ട്, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, സോറി അങ്കിൾ, അങ്കിളിനെ കുറെ തെറ്റിദ്ധരിച്ചു, കുറെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ആ ഫോട്ടോയ്ക്ക് പിന്നിലെ എല്ലാ കാര്യങ്ങളും ചിന്നു അങ്ങനെ ജെ.കെയോട് പറയാണ്. ഇതെല്ലാം കേട്ട് ജെ.കെയും ആകെ ഷോക്കാവുന്നുണ്ട്. ചിന്നു എന്നിട്ട് പറയുന്നുണ്ട്, നാട് ബഹുമാനിക്കുന്ന ഒരു സാഹിത്യകാരനെ ഞാൻ ഇത്ര സില്ലിയായിട്ട് വിലയിരുത്താൻ പാടില്ലായിരുന്നു, റിയലി സോറി അങ്കിൾ എന്ന് ചിന്നു പറയുമ്പോൾ ജെ.കെ പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ മോളെ, കേട്ടിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനസ്സിൽ മാലിന്യം ആയിട്ട് നടക്കുന്ന കുറെ മനുഷ്യരുണ്ട് സമൂഹത്തിൽ. ഇത് മുനിസിപ്പാലിറ്റി വിചാരിച്ചാലും ആ മാലിന്യം മാറ്റാൻ പറ്റില്ല. ഇതിൽ നിന്നെല്ലാം അകലം പാലിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും അവരുടെ വഴിക്ക് വിട്ടേക്ക്. പക്ഷെ അവര് ചെയ്തതെല്ലാം നമ്മൾ അറിഞ്ഞുവെന്ന് അവരെ അറിയിക്കണം. ചിന്നുവിനോട് എനിക്കൊരു പിണക്കവും ഇല്ലാട്ടോ, ചിന്നുവിന്റെ ഭാഗത്ത് ആരാണെങ്കിലും ഇങ്ങനെ പെരുമാറുള്ളൂ അങ്ങനെ ജെ.കെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായതെന്ന് ജെ.കെ പറയാണ്. അർച്ചന അടുത്തുണ്ടോ, ഫോൺ ഒന്ന് കൊടുക്കൂ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചിന്നു അർച്ചനയ്ക്ക് ഫോൺ കൊടുക്കുകയാണ്. ജെ.കെ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അർച്ചന ഈ ലോകത്ത് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇതിൽ എന്തായാലും സത്യം വെളിപ്പെട്ടില്ലേ, ഞാൻ വിളിച്ചപ്പോ മധുബാലയാണ് ഫോൺ എടുത്തത്, ആകെ ടെൻഷനായി എനിക്ക് എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ജെ.കെ അങ്ങനെ ചിരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.